സാമ്പാർ ലഞ്ചിന് പച്ചക്കറിയൊക്കെ വെട്ടിക്കൂട്ടിട്ട് പൊടിയൊക്കെ ഇട്ട് കൊല്ലം സ്റ്റൈൽ സാമ്പാർ. ദോശ ഉണ്ടാക്കിയാൽ ദോശയ്ക്കും കഴിക്കാം, ഉച്ചയ്ക്ക് കഴിക്കാം, വൈകിട്ട് കഴിക്കാം, എപ്പോഴാണെങ്കിലും കഴിക്കാം. കിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും. പച്ചമുളകൊക്കെ കീറിടണം, കഴുകാൻ വേണ്ടി എല്ലാവരും വെട്ടിക്കൂട്ടി എടുത്തതാണ്. ഉഴുന്ന് വെള്ളത്തിട്ടാൽ സാമ്പാറും കൂട്ടി ദോശ ഇഡ്ഡലിയോ ഒക്കെ കഴിക്കാം. ഒരു കോമ്പിനേഷനായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. പലതരം കളേഴ്സ് പച്ചക്കറികൾ. എൻ്റെ ഒരു പ്രാന്ത് ഫുൾ വീഡിയോ ഇട്ട് നിങ്ങളൊക്കെ വെറുപ്പിക്കാന്ന് വെച്ചു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ബെൽ ബട്ടൺ അമർത്തണം, എന്നാലേ ഇതൊക്കെ കാണാൻ പറ്റൂട്ടോ. ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഇത് വെള്ളം ഒഴിച്ച് വെക്കണം, ഇങ്ങനെ വെച്ചാൽ കുതിരത്തില്ല. വെള്ളം ഒഴിച്ച് വെച്ചിട്ട് വൈകുന്നേരം ആട്ടിയെടുക്കാം. ഓക്കെ, വെള്ളം ഒഴിക്കട്ടെ. ഫോൺ വെച്ചുകൊണ്ട് ഇപ്പോൾ എനിക്ക് വെള്ളം എടുക്കാൻ പറ്റില്ല. വീഡിയോസൊക്കെ ഞാൻ തന്നെ എടുക്കാറോടെ ഇടാം കേട്ടോ. ഇതിനകത്തൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട്, ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ തിളച്ച് അങ്ങനെ പുറത്തേക്ക് അതിൻ്റെ ഇതൊന്നും വരത്തില്ല. ഇത്രയും മതി. ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം. സ്പൂൺ ഇങ്ങനെ പറഞ്ഞാൽ ഇറക്കി, ഏത് ഇങ്ങനെ കുക്കറിൽ വെക്കുന്നതാണെങ്കിലും സാധനത്തിനകത്ത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ തിളച്ച് പൊന്തി വെളിയിലേക്ക് പോകില്ല. ഇങ്ങനെ നല്ല സുരക്ഷിതമായിട്ടിരിക്കും. ആ മണം സ്മെല്ലൊക്കെ. എന്നിട്ട് ഉപ്പ്, കല്ലുപ്പിടാം. കല്ലുപ്പിട്ടാൽ നല്ലതാണ്, ആവശ്യത്തിന് ഇടണം, കൂടരുത്, വേണമെങ്കിൽ പിന്നെ ഇടാം. ഓക്കെ, കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. അത് ഞാൻ ഇട്ടെടുക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് ഗ്യാസിൽ വെച്ച് ഒന്ന് 3-4 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ കഷ്ണം ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, അങ്ങനെ എല്ലാം അടിച്ചിങ്ങനെ വെന്തിങ്ങനെ അലിഞ്ഞിരിക്കണം, അതാ ഇഷ്ടം. ഓക്കെ, നോക്കട്ടെ. അടച്ചിച്ച് വേവിക്കാം. സാമ്പാർ. ഇനി കടുക് പൊട്ടിക്കണം. ചെറിയുള്ളി, പച്ചമുളക് വറ്റൽമുളക് ഒക്കെ പൊട്ടിച്ച് അതിനകത്ത് വയ്ക്കണം. ഞാൻ പരിപ്പിട്ട ആരെയും പറയാൻ മറന്നുപോയിട്ടുണ്ട്. സൂപ്പർ സാമ്പാർ. വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ ചൂടെ കടുക് ഇട്ടു. കടുക് പൊട്ടുമ്പോൾ ഉള്ളി, കരിവേപ്പില പൊട്ടട്ടെ. ഇതൊക്കെ പറ്റും. കുറച്ച് മാറി നിന്നില്ലെങ്കിൽ മുഖത്തൊക്കെ കുത്തൊക്കെ വീഴും. ഉള്ളി ഒന്ന് മൊരിയട്ടെ. അങ്ങനെ തീ കുറച്ച് കൊടുക്കും. വറ്റലും മുളകും കൂടെ തട്ടാം. ഒരു 4-5 എണ്ണം. വലിയ നോക്കണം. നല്ല രസമല്ലേ ഇങ്ങനെ കാണാൻ? ചെറിയുള്ളി ഒന്ന് മൊരിയുമ്പോൾ എടുക്കാം. മൊരിയട്ടെ, അങ്ങനെ മൊരിയട്ടെ. ഒരു കരുവാക്കാകുമ്പോൾ എടുക്കാം. ഒരുപാട് കരിഞ്ഞുണ്ട്, കരിഞ്ഞായ ഉണ്ടാവില്ല. നല്ലൊരു മണം വരുന്നുണ്ട്. ചെറിയുള്ളി മൂത്ത് തന്നെ ഏകദേശം ആയിട്ടുണ്ട്. മുളകൊന്നും കൂടെ ഒന്ന് ചുമക്കട്ടെ. ഒക്കെ ഓഫ് ചെയ്തിട്ട് ചെറിയ പൊടി വെച്ച് പിടിക്കുക. എടുക്കുക. സാമ്പാർ ഓക്കെ, സാമ്പാർ റെഡി. ഇളക്കാം. സാമ്പാർ റെഡി.